ഹലോ ഡിയേഴ്സ്, ഞാൻ റോസ്. റോസ് എൻ്റെ പേരാണ്. പേര് പോലെ തന്നെ സുഗന്ധം പരത്തുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എല്ലാവർക്കും അത് സുഗന്ധമായിട്ട് തോന്നാറില്ല എന്ന് മാത്രം. എല്ലാവരും പറയാ ഞാൻ പരദൂഷണക്കാരിയാണെന്ന്. പരദൂഷണം, ഗോസിപ്പ്. പാവങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ ചിലരുടെ അടുത്ത് പറയുന്നു. പിന്നെ അവിടുന്ന് കിട്ടുന്ന കുറേ കാര്യങ്ങൾ ഉള്ളതുപോലെയും ഇല്ലാത്തയും കുറേ മസാല ചേർത്ത് ഇവിടെ പറയുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതിന് ഗോസിപ്പ് എന്ന് എന്തിനാ പറയുന്നേ? ആ, ഏതായാലും ഞാൻ ചെയ്യുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല. എനിക്ക് നല്ല പണിയുണ്ട്. ഓക്കെ, ഓഫീസായാലും വീടായാലും ഇഷ്ടം പോലെ പണിയുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ വരുന്നവരെയും പോണവരെയും വാച്ച് ചെയ്യുക. അവരെന്താ ചെയ്യുന്നത്? അവരുടെ വായിൽ നിന്ന് എന്തൊക്കെയാ വീഴുന്നത്? ഇനി രണ്ടുപേരും അടുത്തടുത്ത് നിന്നാൽ അത് ലവ്വാണോ അതോ അവിഹിതമാണോ? ഇതൊക്കെ കണ്ടുപിടിക്കുക. അവിടുന്ന് കേട്ടതും ഇവിടുന്ന് കേട്ടതും എല്ലായിടത്തും കേട്ടതും കൂടെ ഒരു ജിഗ്സോ പസിൽ പോലെ ഇങ്ങനെ വെച്ച് 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 എൻ്റേതായൊരു വ്യാഖ്യാനം ഉണ്ടാക്കുക. അതുണ്ടാക്കാമെന്ന് മാത്രമല്ല, മിനിമം ഒരു 10 പേരോട് പറയുക. ആ 10 പേര് അത് പറഞ്ഞ് 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 ഒരു 100 പേരുടെ അടുത്ത് എത്തിക്കുക. ഇതിൻ്റെ ഉറവിടം ഞാനാണോ എന്ന് അന്വേഷിച്ച് വരുമ്പോൾ അറിയാത്ത പോലെ, അയ്യോ ഞാനോ, ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല, അയ്യോ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കാൻ, ഇങ്ങനെ അഭിനയിക്കുക. റോസ് നിസ്സാര കാര്യമല്ല കേട്ടോ ചെയ്യുന്നത്. പിന്നെ ചിലർ പറയും ഞാൻ അവിടുത്തെ ആസ്ഥാന പരദൂഷണക്കാരിയാണെന്ന്. അസൂയക്കാരാണെന്നേ. സി, ചിലർ പറയും ഞാൻ എല്ലാവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടുന്നത് ആക്ച്വലി ന്യൂസ് കിട്ടാനാണെന്നാണ്. അല്ല, ഞാൻ സ്വതവേ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ്. എല്ലാവർക്കും എന്നെ വലിയ കാര്യമാണ്. ആണായാലും പെണ്ണായാലും എൻ്റെ അടുത്ത് വന്ന് ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയുകയും ചെയ്യും. ഞാൻ അതെൻ്റെ സൗകര്യത്തിന് വളച്ചൊടിച്ച് എല്ലായിടത്തും എത്തിക്കുകയും ചെയ്യും. ഇവിടെ എന്താ പ്രശ്നം? അല്ല, ഐ റിയലി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ആ, ഇനി ശരി, ഇനിയിപ്പോൾ ഞാൻ ഗോസിപ്പ് പരത്തുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. അവസാനം എല്ലാവരും കൂടെ ഞാനൊരു ഗോസിപ്പ് മോങ്കറാണ്, എന്നെ ശരിയാക്കണം, ഞാനുമായിട്ട് ഡീൽ ചെയ്യണം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ അങ്ങ് വരും. ഞാൻ ആദ്യം കുറേ പറഞ്ഞു നോക്കും. അയ്യോ ഞാനല്ല, എന്ത്, അതോ, ഞാനോ, ഞാൻ അങ്ങനെ പറയോ? ഈ മുഖത്തോട്ടൊന്ന് നോക്കിയേ. സത്യസന്ധതയും ഐശ്വര്യവും തുളമ്പുന്ന ഈ മുഖം നോക്കിയിട്ട് നിങ്ങൾക്കിത് എങ്ങനെ പറയാൻ തോന്നുന്നു? പിന്നെ 19ാമത്തെ അടവ് ഞാൻ അവിടെ കിടന്ന് അങ്ങ് കരയും. മേ 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 എന്ന് പറഞ്ഞ് കിടന്ന് മോങ്ങും. കേൾക്കണവർ നാണിച്ചു പോകും. കാണുന്നവർ വല്ലാണ്ടായി പോകണം. ഞാൻ ഇതൊക്കെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഒരു പുതിയ ടേം നിങ്ങളെ പഠിപ്പിക്കാനാണ്. ഇറ്റ് ഈസ് കോൾഡ് റിവേഴ്സ് വിക്ടിം സിൻഡ്രോം. മനസ്സിലായില്ല അല്ലേ? ഈ വാദി പ്രതിയായെന്ന് പറയില്ലേ? എല്ലാ പ്രശ്നങ്ങളുടെയും ഉറവിടം ഞാനാണ്, ഈ റോസാണ് എന്ന് പറഞ്ഞ് എന്നെ ഡീൽ ചെയ്യാനും കൈകാര്യം ചെയ്യാൻ വരുന്ന ഒരു കംപ്ലീറ്റ് ടീമിനെ ഞാൻ നിലംപരിശാക്കും എൻ്റെ കണ്ണീര് കൊണ്ട്. അവസാനം എന്നെ ചൊറിയാൻ വന്നവർ എന്നെ സമാധാനിപ്പിക്കേണ്ട ഗതികേടാവും. അതാണ് എൻ്റെ പവർ, റോസിൻ്റെ പവർ അതാണ്. റിവേഴ്സ് വിക്ടിം സിൻഡ്രോം. എന്നെ ബ്ലെയിം ചെയ്യാൻ വന്നവരെ ബ്ലെയിം ചെയ്യുക. ഇനി എന്നെ പോലെയുള്ള ഒരു ആൾക്കാർ പടർന്നു പന്തലിച്ച് പോകുന്നല്ലോ, ദൈവം ഇതൊന്നും കാണുന്നില്ലേ, പാവങ്ങളുടെ കണ്ണീര് കാണുന്നില്ലേ, എനിക്ക് നല്ല കൊട്ട് കിട്ടും എന്ന് വിചാരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഒന്നും പറ്റില്ല. എൻ്റെ കാല് തല്ലി ഒടിച്ചാലും റെസ്റ്റ് എടുത്തു കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും, വീണ്ടും കൂടുതൽ ശക്തി ആർജിച്ച്. പിന്നെ അസുഖങ്ങൾ വന്ന് ഞാൻ വീഴാം, എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, നാളെ ഭൂമി കുലുക്കം തന്നെ വരാം, ഒരു മണ്ണിടിച്ചിൽ വരാം. പക്ഷേ എല്ലാത്തിനെയും ശേഷം, എല്ലാം കഴിഞ്ഞതിന് ശേഷം, എല്ലാം തീർന്നു എന്ന് നിങ്ങൾ ഓർക്കുമ്പോഴേക്കും മണ്ണിൻ്റെ അടിയിൽ നിന്ന് ഞാൻ വരും മക്കളെ, ഈ റോസ് വരും. പൂർവാധികം ശക്തിയോടെ പാതാളത്തിരിക്കുന്ന അവിഹിതങ്ങൾ വരെ ഞാനൊന്ന് ഭൂമിയിൽ അവതരിപ്പിക്കും. അതാണ് ഞാൻ. ആൻഡ് ദിസ് ഈസ് റിവേഴ്സ് വിക്ടിം സിൻഡ്രോം. എന്നെ നിങ്ങൾക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല.